ശ്രുതിൻ ഒരു രഹസ്യ പതകയും കളിക്കുകയാണ്. അവൻ ഫയറിനെ DGPC എന്ന് കോഡ് ചെയ്തു. എങ്കിൽ ഷൂട്ട് എങ്ങനെ കോഡ് ചെയ്യാം? ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ABCD ഒന്ന് എഴുതിയേക്കണം. ഇനി പറഞ്ഞിരിക്കുന്നത് ഫയർ, അത് DGPC എന്നായി. FD ആയി. F ഇതാണ്. FD ആണെങ്കിൽ -2 ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് IG ആണെങ്കിൽ -2. പിന്നെ അത് RP ആയി -2. അതേപോലെ EC ആയി -2. അത് 2 സ്ഥാനം പുറകോട്ടാണ് വരുന്നത്. അതേപോലെ തന്നെ അടുത്തത് ഷൂട്ട് എന്നാണ്. S കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്ഥാനം പുറകോട്ട് വരുമ്പോൾ Q ആണ്. പിന്നെ H കഴിഞ്ഞിട്ട് രണ്ടാമത് വരുന്നത് F ആണ്. പിന്നെ O കഴിഞ്ഞിട്ട് രണ്ടാമത് വരുന്നത് M ആണ്. ഇത് O, ഇവിടെ M. പിന്നെ R കഴിഞ്ഞിട്ട് രണ്ടാമത് വരുന്നത് P ആണ്. QFMP ഓപ്ഷൻ എ. അടുത്ത് സിലിക്ക ഇതിൽ ലയിക്കുന്നതാണ്. HF. ഹൈഡ്രജൻ ഫ്ലൂറൈഡാണ് HF. ഹൈഡ്രജൻ ഫ്ലൂറൈഡ് എന്ന് പറയുന്നതാണ് HF. സിലിക്ക ലയിക്കുന്നത് ഹൈഡ്രജൻ ഫ്ലൂറൈഡിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് സംഖ്യയുടെ 12% 9? ഏതോ ഒരു സംഖ്യയുടെ 12% 9. ഇതാണ് ഇത് കണ്ടുപിടിക്കാൻ ലൊക്കേഷൻ. ഇനി നമുക്ക് ചെയ്യാൻ വേണ്ടി എക്സിനോട് നിർത്തിയതിന് ശേഷം 9ൻ്റെ അടുത്തേക്ക് ബാക്കിയെല്ലാം കൊണ്ടുപോകുക. 9 × 100. ഇവിടെ ഹരിക്കണമെന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഗുണിക്കണമാവും. ഇവിടെ × 12 ഹരിക്കണമാവും. 12നെ 9നെ 3 കൊണ്ട് ഹരിക്കാം. 4, ഇവിടെ 3. 4നെയും 100നെയും ഹരിച്ചു കഴിഞ്ഞാൽ 25. 25 × 3 75. ഓപ്ഷൻ സി 75. അടുത്ത്, ഇരുമ്പ് തുരുമ്പിക്കുന്നതിൻ്റെ നിറം ഡാഷാണ്. ചുവപ്പ് കലർന്ന തവിട്ട് നിറം. ചുവപ്പ് കലർന്ന തവിട്ട് നിറമാണ് ഇരുമ്പ് തുരുമ്പിക്കുന്നതിൻ്റെ നിറം. ചുവപ്പ് കലർന്ന തവിട്ട് നിറം. താഴെ ഡാഷിൻ്റെ സ്ഥാനത്ത് ഒരു വശത്ത് നൽകിയിരിക്കുന്ന 2 വാക്കുകൾ പരസ്പരം നിശ്ചിതമായി ഒരു ബന്ധമുണ്ട്. ഇതിൻ്റെ മറ്റേ വശത്ത് മറ്റൊരു വാക്ക് നൽകിയിരിക്കുന്നു. ആദ്യ 2 വാക്കുകൾ ബന്ധം പുലർത്തുന്നു. അതുപോലെ അതായത് ഈ 2 തമ്മിൽ വാക്കുകളുടെ ബന്ധം മനസ്സിലാക്കി അടുത്ത ഇത് പൂരിപ്പിക്കുക. ഇവിടെ നൈഫ്, ബട്ട്ചർ. നൈഫ് എന്നാൽ കത്തി, ബട്ട്ചർ എന്നാൽ കശാപ്പ്, കശാപ്പുകാരൻ എന്നൊക്കെയാണ് അർത്ഥം. അത് കത്തി കശാപ്പുകാരൻ ഉപയോഗിക്കുന്ന പോലെ സിസേഴ്സ് ഉപയോഗിക്കുന്നത് ഹെയർ ഡ്രസ്സറാണ്, മുടിവെട്ടുകാരൻ. കശാപ്പുകാരൻ്റെ ആയുധമാണ് നൈഫ്, കത്തി. അതേപോലെ മുടിവെട്ടുകാരൻ്റെ ആയുധമാണ് സിസേഴ്സ്, കത്രിക. അടുത്ത ക്വസ്റ്റ്യൻ, ചിത്രം B എന്നത് ചിത്രം എയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പോലെ ചിത്രം സിയുമായി ബന്ധപ്പെട്ട ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇവിടെ ഇതാണ് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ. ചിത്രം എയും ബിയും തമ്മിലുള്ള ബന്ധം നോക്കുക. ആദ്യം ഈ രൂപത്തിന് എത്ര ഭാഗങ്ങളുണ്ട് നോക്കാം. 1, 2, 3, 4, 5, 6. ഇതിന് 6 ഭാഗങ്ങളാണുള്ളത്. ബിയിലേക്ക് എത്തിയപ്പോൾ 1, 2, 3, 4, 5. 5 ഭാഗങ്ങളായി. അപ്പോൾ 6 നിന്ന് 5 ആയി. ഇവിടെ ഉള്ളത് 4 ആണ്. അപ്പോൾ ഇവിടെ 3 ആയിരിക്കും വരിക. 3 ഭാഗമുള്ളത് ത്രികോണമാണ്. ഇതിൽ ത്രികോണം 1ഉം 3ഉമാണ്. 1ഉം 3ഉം ത്രികോണം. ബാക്കിയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ഉള്ളിലുള്ള ചെറിയ വൃത്തം നോക്കാം. ഇതിനുള്ളിൽ 2 ചെറിയ വൃത്തങ്ങളുണ്ട്. അത് ഇപ്പുറത്തെത്തിയപ്പോൾ 2ഉം പുറത്തായി. ഉള്ളിലൊരു വൃത്തം അധികമായിട്ട് വന്നു. അത് ഷെയ്ഡ് ചെയ്ത വൃത്തമാണ്. സിയിലും അതേപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. 2 ഷെയ്ഡ് ചെയ്യാത്ത വൃത്തം, അത് നേരെ പുറത്തേക്ക് ഇറങ്ങും. പിന്നെ അകത്തൊരു ഷെയ്ഡ് ചെയ്ത വൃത്തവും. ഇപ്പം ഇങ്ങനത്തെ രൂപം വരുന്നത് 1ലാണ്. ഓപ്ഷൻ എ 1. ഇതൊക്കെ ലോജിക് ഉപയോഗിച്ച് കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ജലസംഭരണി ടാപ്പ് എ കൊണ്ട് 5 ഹവറിലും ബി കൊണ്ട് 15 ഹവറിലും നിറയ്ക്കാൻ കഴിയും. ടാപ്പ് സിക്ക് ആ നിറഞ്ഞ സംഭരണി 5 ഹവർ കൊണ്ട് ശൂന്യമാക്കാൻ കഴിയും. 3 ടാപ്പുകളും ഒരേ സമയം തുറന്നാൽ സംഭരണി പൂർണ്ണമായും നിറയ്ക്കുന്നതിന് എത്ര സമയമെടുക്കും? ഇങ്ങനത്തെ സംഭവം കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഇക്വേഷൻ ഉണ്ട്. XYZ ബൈ XZ പ്ലസ് YZ മൈനസ് XY. ഇതാണ് ഇക്വേഷൻ. ഇതിൽ ഈ Z എന്ന് പറയുന്നത് ശൂന്യമാക്കാൻ കഴിയുന്ന പൈപ്പിൻ്റെ അളവായിരിക്കും, ശൂന്യമാക്കുന്നതിൻ്റെ അളവ്. മറ്റ് എക്സും വൈയും ആ നിറയ്ക്കുന്നതിൻ്റെ അളവായിരിക്കും. ഇപ്പോൾ ഇവിടെ നമുക്ക് വരുന്നത് എക്സ് എന്ന് പറയുന്നത് ഇവിടെ 5 ഹവർ, 5. പിന്നെ വൈ എന്ന് പറയുന്നത് 15
സെഡ്. സെഡ് എന്ന് പറയുന്നത് ഇത് 5 തന്നെയാണ്. അപ്പോൾ സെഡ് സിഗൽ ടു 5. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിലെ സംഭവങ്ങളെല്ലാം കിട്ടി. ഇനി ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. 5 ഇൻറ്റു വൈ 15 ഇൻറ്റു സെഡ് 5 ബൈ എക്സ് സെഡ് 5 ഇൻറ്റു 5 പ്ലസ് വൈ സെഡ് വൈ എന്ന് പറഞ്ഞാൽ 15 ഇൻറ്റു 5 മൈനസ് എക്സ് വൈ 5 ഇൻറ്റു 15. ഇനി നമുക്ക് 5 ഇൻറ്റു 15 75 ഇൻറ്റു 5 ബൈ 5 ഇൻറ്റു 5 25 15 ഇൻറ്റു 5 75 മൈനസ് 5 ഇൻറ്റു 15 75 സീക്വൽ ടു 25 പ്ലസ് 75 100 മൈനസ് 75 25. അപ്പോൾ 75 ഇൻറ്റു 5 ബൈ 25 എന്ന ആൻസർ കിട്ടും. ഇത് വീണ്ടും ചെറുതാക്കി കഴിഞ്ഞാൽ 25ന് 75ന് ഹരിക്കാം 3 കിട്ടും. 3 ഇൻറ്റു 5 15. ഓപ്ഷൻ എ 15 മണിക്കൂർ. ഇവിടെ ഓർത്തിരിക്കേണ്ട ഇക്വേഷനാണത്. എക്സ് വൈ സെഡ് ബൈ എക്സ് സെഡ് പ്ലസ് വൈ സെഡ് മൈനസ് എക്സ് വൈ. ഇവിടെയിൽ സെഡ് എന്ന് പറയുന്നത് ആ ശൂന്യമാക്കുന്ന അളവായിരിക്കും. അത് ഈ കൂട്ടുന്നതിൻ്റെ ഒപ്പമാണ് ചേർക്കേണ്ടത്. മറ്റ് കുറയ്ക്കേണ്ട 2 നിറയ്ക്കുന്ന 2 അളവുകളാണ്. ഇവിടെ നിറയ്ക്കുന്നത് 5ഉം 15ഉം. അടുത്ത ക്വസ്റ്റ്യൻ. ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രൻ്റെ ചലനത്തിന് അടിസ്ഥാനം ഡാഷ് ബലമാണ്. ഗുരുത്വാകർഷണ ബലം. ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രൻ്റെ ചലനത്തിന് അടിസ്ഥാനം ഗുരുത്വാകർഷണ ബലമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്ന ശ്രേണിയിലെ അടുത്ത ചിത്രം ഏതെന്ന് കണ്ടെത്തുക. ഇവിടെ ഒരു ആരോ, പിന്നെ ഒരു വൃത്തം, പിന്നെ ചെറിയൊരു വൃത്തം. ഈ ആരോയുടെ ദിശ ശ്രദ്ധിക്കാം. ആദ്യത്തേത് ഇങ്ങോട്ടേക്കാണ്. അത് കഴിഞ്ഞ് രണ്ടാമത് വരുന്നത് താഴേക്ക്, പിന്നെ മൂന്നാമത് വരുന്നത് ഇങ്ങോട്ടേക്ക്. അപ്പോൾ അടുത്തത് സ്വാഭാവികമായിട്ടും വരുന്നത് മുകളിലേക്കായിരിക്കും. ഇങ്ങനെ മുകളിലേക്ക് ആരോ വരുന്നത് 2 ഉണ്ട്, സിയും ഡിയും. ഇനി നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ആകൃതി നോക്കാം. സി ആണെങ്കിൽ ഈ തന്നിരിക്കുന്ന ആകൃതിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. രണ്ടും ക്രോസ് രൂപത്തിലാണ് വന്നിരിക്കുന്നത്, വൃത്തവും ആരവും. പക്ഷേ ഇവിടെ കറക്റ്റായിട്ട് വരുന്നുണ്ട് ഡി, ഓപ്ഷൻ ഡി. അപ്പോൾ ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും. ഡി ആണ് ഇവിടുത്തെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു പൈഗ്രാഫ് കർണാടകയിലെ ഒരു പബ്ലിക് ഹൗസിൻ്റെ ചെലവിനെ പ്രതിനിധീകരിക്കുന്നു. ആകെ ചെലവ് 50,000 ആണെങ്കിൽ ഗതാഗത ചെലവ് ഡാഷ് ആണ്. ആകെ ചെലവ് 50,000 രൂപയാണ്. ചോദിച്ചിരിക്കുന്നത് ഗതാഗതത്തിൻ്റെ ചിലവാണ്, ട്രാൻസ്പോർട്ടേഷൻ. ഇവിടെ 10% കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 50,000ൻ്റെ 10% കണ്ടുപിടിച്ചാൽ നമുക്ക് ആൻസർ കിട്ടി. 50,000ൻ്റെ 10% എന്ന് പറയുന്നത് 50,000 ഇൻറ്റു 10/100 ഇതായിരിക്കും 50,000ൻ്റെ 10%. ഈ 0 വെട്ടിപ്പോയി, ഈ 0 വെട്ടിപ്പോയി. ബാക്കി വരുന്നത് 5,000. ഓപ്ഷൻ 2 5,000. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റനൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. ഇനി ഇവിടെ ചോദിക്കുന്നത് റോയൽറ്റീൻ്റെ ആണെങ്കിൽ 50,000ൻ്റെ 15% കണ്ടുപിടിച്ചത്. 50,000ൻ്റെ 15% എന്ന് പറയുന്നത് 50,000 ഇൻറ്റു 15/100 അതായിരിക്കും റോയൽറ്റിയുടെ ചിലവ്. അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് കൊണ്ടാണ് പല്ലിൻ്റെ ഇനാമൽ നിർമ്മിച്ചിരിക്കുന്നത്. കാൽസ്യം ഫോസ്ഫേറ്റ്. കാൽസ്യം ഫോസ്ഫേറ്റ് ഉപയോഗിച്ചിട്ടാണ് പല്ലിൻ്റെ ഇനാമൽ നിർമ്മിച്ചിരിക്കുന്നത്. പല്ലിൻ്റെ ഇനാമൽ നിർമ്മിച്ചിരിക്കുന്നത് കാൽസ്യം ഫോസ്ഫേറ്റ് ഉപയോഗിച്ചിട്ടാണ്. താഴെ പറയുന്നവയ്ക്ക് പൊതുവായത് എന്താണ്? വേഗത്തിൽ ചലിക്കുന്ന ഒരു കല്ല് ഒരു വ്യക്തിയെ മുറിപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഒരു സ്ഫടികപാളി തകർക്കുകയോ ചെയ്യുന്നത്. ചലിക്കുന്ന വാഹനത്തിൻ്റെ ഊർജം. അതിവേഗം ചലിക്കുന്ന കാറ്റ് നിരവധി വീടുകളെ നശിപ്പിക്കുന്നത്. കാറ്റിന് കാറ്റാടി യന്ത്രത്തിൻ്റെ പങ്കുകൾ ചലിപ്പിക്കാൻ കഴിയുന്നത്. ഇതെല്ലാം പൊതുവായിട്ട് വരുന്ന ഒരു കാര്യം എന്താണ്? ഗതികോർജം. ഗതികോർജമാണ് ഈ പറയുന്നതിലെല്ലാം പൊതുവായിട്ട് വരുന്നത്. ചലിക്കുന്ന വാഹനത്തിൻ്റെ ഊർജം ഗതികോർജമാണ്. അതിവേഗം ചലിക്കുന്ന കാറ്റ് നിരവധി വീടുകളെ നശിപ്പിക്കുന്നത് ഗതികോർജം മൂലമാണ്. കാറ്റിന് കാറ്റാടി യന്ത്രത്തിൻ്റെ പങ്കുകൾ ചലിപ്പിക്കാൻ കഴിയുന്നത് ഗതികോർജം മൂലമാണ്. അതുപോലെ വേഗത്തിൽ ചലിക്കുന്ന ഒരു കല്ല് ഒരു വ്യക്തിയെ മുറിപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഒരു സ്ഫടികപാളി തകർക്കുകയോ ചെയ്യുന്നത് ഗതികോർജം മൂലമാണ്. അതിൻ്റെ ആ സഞ്ചാരം കൊണ്ട് അതിന് കിട്ടുന്നൊരു എനർജി, അതിൻ്റെ സഞ്ചാരം കൊണ്ട് അതിൻ്റെ ഗതി കൊണ്ട് കിട്ടുന്നൊരു എനർജി. CNGയുടെ മുഖ്യ ഘടകം എന്താണ്? മീഥൈൻ. മീഥൈനാണ് CNGയിലെ മുഖ്യ ഘടകം, മീഥൈൻ. അടുത്ത ക്വസ്റ്റ്യൻ.
ഈഡൻ ഗാർഡൻസ് ക്രിക്കറ്റ് മൈതാനം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യ. ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ക്രിക്കറ്റ് മൈതാനമാണ് ഈഡൻ ഗാർഡൻസ്, കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, വൈയുടെ സഹോദരനാണ് എക്സ്, വൈയുടെ അമ്മയാണ് വി, വിയുടെ ഭർത്താവിൻ്റെ സഹോദരിയാണ് എം, വിയുടെ സഹോദരനാണ് എൻ. എന്നാൽ എന്നിൻ്റെ മകൻ വൈയുടെ ആരാണ്? ഒരു കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. വൈയുടെ സഹോദരനാണ് എക്സ്, അപ്പോൾ വൈയും സെഡും പരസ്പരം ഒരമ്മയുടെ അച്ഛൻ്റെയും മക്കളാണ്. പിന്നെ പറയുന്നു വൈയുടെ അമ്മയാണ് വി, വൈയുടെ അമ്മയാണ് വി എന്ന് പറഞ്ഞാൽ വി ആയിരിക്കും വൈയുടെയും സെഡിൻ്റെയും അമ്മ. വിയുടെ ഭർത്താവിൻ്റെ സഹോദരിയാണ് എം, വിയുടെ ഭർത്താവ്, അതായത് ഇവരുടെ അച്ഛൻ്റെ സഹോദരിയാണ് എം. പക്ഷേ ഇതിനിവിടെ യാതൊരു പ്രാധാന്യമില്ല, വെറുതെ വന്നിരിക്കുകയാണ്. വിയുടെ സഹോദരനാണ് എൻ, വിയുടെ സഹോദരൻ എൻ ആണ്, ഇവരുടെ അമ്മയുടെ സഹോദരനാണ് എൻ. എന്നിൻ്റെ മകൻ, എന്നിൻ്റെ മകൻ, ഈ മകന് വൈയുമായുള്ള ബന്ധം, അമ്മയുടെ സഹോദരൻ്റെ മകൻ. മാതൃ പിതൃ സഹോദരൻ്റെയോ സഹോദരിയുടെയോ പുത്രൻ പുത്രി, മാതാവിൻ്റെ സഹോദരൻ്റെ പുത്രനാണ്, പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മാതൃപിതൃ സഹോദരൻ്റെയോ സഹോദരിയുടെയോ പുത്രൻ. കുറച്ച് ആലങ്കാരികമായി പറഞ്ഞിരിക്കുന്നത് മാത്രം.